ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലേ വാഴ്ത്തുമേ. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലേ ത്യാഗം എരിതീലും വാഴ്ത്തുമേ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ. എന്നിദയം തന്ന് ആരാധിപ്പേ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ. എന്നിദയം തന്ന് ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചോട്ടെ. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾ വളരെ തിടുക്കം കാണിക്കണം. ദൈവം എന്തെങ്കിലുമൊക്കെ ഭൂമിയിലോ പ്രത്യേകമായ ദേശത്തോ ചെയ്യുന്നതിന് മുമ്പ് ദൈവം ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. ആര് അതനുസരിക്കുമോ അവർക്ക് ദൈവം വരുത്തുന്ന ആ പ്രത്യേക സമയത്തിൽ അവർക്ക് ജയം പ്രാപിക്കാൻ കഴിയും. നോഹയോട് ദൈവം പറയുകയാണ്, നീ പെട്ടകത്തിൽ കയറണം. അതിന് തൊട്ടു മുമ്പ് വേണ്ടുന്നത്രത്തോളം സാധനങ്ങൾ നീ സംഗ്രഹിച്ചു വെക്കണം. അത് സമ്പത്തായിക്കൊള്ളട്ടെ, വചനമായിക്കൊള്ളട്ടെ, ദൂതുകളായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ ഇത് നിനക്ക് ഉപകാരപ്പെടും. വേദപുസ്തകത്തിനകത്ത് ഉറുമ്പുകളെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ പറയുന്നു, അത് എന്ത് ചെയ്യുന്നു, മഴക്കാലത്തേക്ക് വേണ്ടിയുള്ള വേണ്ടതെല്ലാം സംഗ്രഹിച്ചു വെക്കും. എന്നിട്ട് പറയുകയാണ്, നീ അതിനെ കണ്ട് ബുദ്ധി പഠിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന സമ്പത്തുകളിൽ ദൈവം പറയുന്ന പോലെ അത് സംഗ്രഹിക്കും. അത് സമ്പത്ത് മാത്രമല്ല, ജ്ഞാനം സംഗ്രഹിക്കുക. മറിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അവൾ കേട്ട ദൂതുകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ക്രൂശിൻ്റെ ചുവട്ടിൽ പതറിപ്പോകാതെ ആ ക്രൂശിൻ്റെ ചുവട്ടിലും അവളെ പിടിച്ചു നിർത്തുന്നത്, അവൾ ഇന്നലെ കേട്ടൊരു ദൂതുണ്ട്, പ്രാണനിലൂടെ ഒരു വാള് കിടക്കും. സംഗ്രഹിച്ചു വെച്ചത് കൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റി. ജീവിതത്തിൻ്റെ ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം അതിന് തൊട്ടു മുമ്പേ ദൈവം ചില ദൂതുകൾ അവിടെ നിന്നെ പിടിച്ചു നിർത്താൻ തന്നിരിക്കും. നോഹയോട് പറയുകയാണ്, വേണ്ടുന്നതെല്ലാം സംഗ്രഹിച്ചോണം. കാരണം നിന്റെ മുമ്പിൽ ഭൂമിയിലെങ്ങും സംഭവിക്കാത്ത ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഒരുക്കി വെക്കുക.
യെരൂശലേമിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് സഭ ആവശ്യമായൊരു ധനശേഖരണം സമ്പാദിച്ച് യെരൂശലേമിന്റെ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. കർത്താവ് ഈ വചനത്തിലൂടെ പറയുന്നു, ചിലതൊക്കെ നീ നാളേക്ക് വേണ്ടി കരുതി വെക്കണമെന്ന് കർത്താവ് പറയുന്നു കേട്ടോ. ഞങ്ങളും ഇത് തെറ്റെടുക്കുക. ഇത് ഈ വചനം കേട്ടപ്പോൾ ഇന്ന് വരെ ഞങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ ചില പുതിയ തുടക്കങ്ങൾ ഇടാനും പരിശുദ്ധാത്മ ഈ വചനത്തിലൂടെ ഇടപെടുന്നു. ഐ റിസീവ് ഇറ്റ് ലോർഡ്. ഞങ്ങളിങ്ങനെ ഒത്തിരി വചനങ്ങളൊക്കെ ഒരുക്കി വെച്ച് പ്രസംഗിക്കുകയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുതേ. പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകൾ തരുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കൂടെയാണ്. ദൈവം സംസാരിക്കുന്നു. നോഹയോട് പറയാണ്, നീ സംഗ്രഹിച്ചു വെക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്കാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. കണ്ടോ, രണ്ട് ഭാഗത്ത് ആ കാര്യം പറഞ്ഞ് കൽപ്പിച്ചതൊക്കെയും ചെയ്തു എന്ന് പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. പക്ഷേ അടുത്ത വാക്ക് പറയാണ്, സോ ഡിഡ് ഹി, അങ്ങനെ തന്നെ ചെയ്തു. ദൈവാത്മാവ് പറയുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. എല്ലാവരും ആ പാറമേൽ അടിസ്ഥാനം വിട്ട് പണിയുന്നവനെ കളിയാക്കിയിട്ടുണ്ടാകാം. കാരണം പെട്ടെന്ന് മണലിൽ പണിതവൻ വിജയിച്ചു. ആ മണലിൽ പണിതവൻ്റെ വീട് കയറി താമസം നടന്നപ്പം ഒന്നിച്ച് പണി തുടങ്ങിയപ്പോൾ ആമേൻ, ഈ മനുഷ്യനെ കാണാനില്ല, എല്ലാവരും കളിയാക്കി കാണാം. പക്ഷെ അവന് ദൈവം കൊടുത്ത ബോധ്യത്തിൽ അവൻ ചെയ്തു. എന്ത് സംഭവിച്ചു? കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, 2 ഭവനത്തിലും അലച്ചു. എന്നാൽ പാറമേലിട്ടത് നിന്നു. ദൈവം പറയുന്നത് ചെയ്യാവൂ കേട്ടോ. ദൈവം പോകാൻ പറഞ്ഞാൽ പോകണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, പറയാൻ പറഞ്ഞാൽ പറയണം. ദൈവം നൽകിയ പരിജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഒരു ദൈവിക വിസ്ഡം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിലെ എണ്ണ കുറയത്തില്ല. ക്ഷാമകാലത്ത് നിങ്ങൾ ക്ഷേമമായി പോഷിക്കപ്പെട്ടിരിക്കും. നിങ്ങൾക്കായി ഒരു കരുതൽ കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നു. ആ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ അവിടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയെങ്കിലും അവൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം എന്ത് പറയുന്നു ചെയ്യുക കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ചിലത് സംഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളെ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അങ്ങയുടെ പരിജ്ഞാനത്തെ ഞങ്ങൾ ചോദിക്കും. കർത്താവെ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ, അത് തന്നെ ചെയ്യുവാൻ, കർത്താവെ അങ്ങയുടെ ഹിതമനുസരിച്ച് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഇനി ഈ വചനം കേൾക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയദൃഷ്ടികളെ അങ്ങ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറയുന്ന അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് അവർക്ക് ബലം കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, അവർക്ക് ചിലത് സംഗ്രഹിച്ചു വെക്കാനും സമ്പാദിച്ചു വെക്കുവാനും സഹായിക്കണമേ. ഒന്നും കരുതിയിട്ടില്ല, ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് സങ്കടപ്പെട്ട് കരയുന്ന ചില ശബ്ദങ്ങളപ്പാ അങ്ങയുടെ കാതുകളിൽ എത്തിയിട്ടുണ്ടല്ലോ. കർത്താവേ, തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്നും ഒരുക്കിയിട്ടില്ല, പക്ഷെ കർത്താവിന് വേണ്ടി ഒത്തിരി ചെലവഴിച്ചവരാണ്. ലഭിക്കുന്നത് ഒന്നും മാറ്റിവെക്കാതെ സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൽ കരുതി വച്ചിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ചിലതൊക്കെ അവർക്ക് ഈ ദിനങ്ങളിൽ നൽകാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഒരു കരുതലിൻ്റെ ദിനം അവരുടെ മേൽ വരുന്നതിനായി സ്തോത്രം. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ബുദ്ധിയോടെ ഇടപെടണമെന്ന്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വീണ്ടും യാക്കോബിൻ്റെ ലൈഫിൽ 20 വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തം വീട്ടിന് വേണ്ടി കരുതിയതുപോലെ ഒരു കരുതൽ ഈ മക്കളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒന്നിനും കുറവില്ലാതെ അവരുടെ ഉള്ളിൽ ആ രാത്രിയിൽ വന്ന് തട്ടുന്ന
ആവശ്യക്കാരന് കൊടുക്കാൻ വീട്ടിൽ ആവശ്യത്തിനനുസരിച്ച് അധികം അപ്പമുള്ളതുപോലെ ഇവരുടെ ഭണ്ഡാരങ്ങൾ നിറഞ്ഞു കവിയട്ടെ. ഇവരുടെ കലത്തിലെ മാവ് കവിഞ്ഞൊഴുകട്ടെ. ബ്ലസ് ചെയ്യുന്നു. ദൈവം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിപ്പാനും അതുപോലെ ചെയ്യുവാനും നീ അവരെ സഹായിക്കണമേ. ഞങ്ങൾ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി? എന്ത് ചെയ്യും ഈ പ്രത്യേക വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ? സഹായിക്കാൻ ആരുമില്ലല്ലോ. എന്നാൽ കർത്താവേ, അവരിന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരത്ഭുതത്തിൻ്റെ വഴി തുറക്കുന്നതിനായി സ്തോത്രം. ഇത് വോയിസ് ഓഫ് ലവ് ആവുമ്പോൾ തന്നെ ഇത് ഇവരുടെ ലൈഫിലുള്ള ദൈവത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ ശബ്ദമാണല്ലോ. യെസ്, കർത്താവിനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇത് സൃഷ്ടിക്കുന്ന വചനവുമായിരിക്കൽ നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നു, അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്നത്തെ വചനം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇതിനകത്തോടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക. നിങ്ങൾ ധൈര്യത്തോടെ ജീവിതം നയിച്ചു. ഇന്നു മുതൽ ചില കരുതലുകൾ, നീക്കിവെപ്പുകൾ നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളാൽ ആവോളം ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.